ചില പ്രേക്ഷകർ എന്താണ് വിപണിയിലെ വില നിലവാരം എന്ന് ചോദിച്ചിരുന്നു. പച്ചക്കറി പലചരക്ക് സാധനങ്ങൾക്കൊക്കെ വില കൂടിയിട്ടുണ്ട്, സ്വാഭാവികമാണ്. ഓണക്കാലമല്ലേ, കിലോ 50 രൂപ ഉണ്ടായിരുന്ന പഞ്ചസാരയ്ക്ക് ഇന്ന് 68 രൂപയാണ്. ഇപ്പോൾ പായസത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. ശർക്കരയ്ക്ക് 80 രൂപ വരെ ആയിരിക്കുന്നു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഉൾപ്പെടെയുള്ള മസാലപ്പൊടികൾക്കും വില കൂടിയിട്ടുണ്ട്. ഒരാഴ്ച മുൻപ് കിലോ 30 രൂപയുണ്ടായിരുന്ന വലിയ ഉള്ളിക്ക് 50 രൂപയായിട്ടുണ്ട്. ഇഞ്ചിക്കും വെളുത്തുള്ളിക്കുമൊക്കെ 200 രൂപ വരെ എത്തിയിരിക്കുന്നു. ശരത് എസ് ആണ് കോഴിക്കോട് പാളയം മാർക്കറ്റിൽ നിന്ന് ചേരുന്നത്. ശരത്ത്, ഓണം എവിടെ വരെയായി? പച്ചക്കറി മാർക്കറ്റിലൊക്കെ എത്ര വില കൊടുക്കും ആളുകൾ വാങ്ങാൻ എത്തുന്നുണ്ട്? ഒരു അവിയലിലൊക്കെ ഒരു കിറ്റ് വാങ്ങണമെങ്കിൽ അത്യാവശ്യം പൈസ കൊടുക്കണം അല്ലേ ശരത്ത്? വിനീത, തീർച്ചയായും എന്തായാലും ഓണത്തിന്റെ തിരക്കിൽ തന്നെയാണ് കോഴിക്കോട് പാളയം മാർക്കറ്റും ഉള്ളത്. ഇപ്പോൾ ഓണമാവുന്നതിന് തൊട്ടു മുമ്പുള്ള അല്ലെങ്കിൽ അവസാനത്തെ ഞായറാഴ്ചയാണെന്ന്. അതുകൊണ്ട് ആളുകളൊക്കെ തന്നെ സാധനങ്ങൾ വാങ്ങി നേരത്തെ തന്നെ തയ്യാറെടുക്കുകയാണ് ഓണം ആഘോഷിക്കാൻ. അതുകൊണ്ട് തന്നെ അതിനുള്ള തിരക്കും നമുക്കിവിടെ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കും. എന്തായാലും ഓണത്തിന്റെ വിവരപ്പട്ടികൾ പരിശോധിക്കുകയാണെങ്കിൽ പച്ചക്കറിക്കും പല ചരക്ക് സാധനങ്ങൾക്ക് തന്നെ വിലവർധനവും ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും പലചരക്ക് സാധനത്തിൽ പഞ്ചസാരയ്ക്കാണ് വിലവർധന ഉണ്ടായിട്ടുള്ളത്. അതായത് നേരത്തെ 50 രൂപയുണ്ടായിരുന്ന പഞ്ചസാരയ്ക്ക് ഇപ്പോൾ 1 കിലോയ്ക്ക് 68 രൂപയായിട്ടുണ്ട്. ശർക്കരയ്ക്ക് 80 രൂപയിലേക്ക് എത്തി. അങ്ങനെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി അടക്കമുള്ള മസാലപ്പൊടികൾക്കും വില വർധന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പച്ചക്കറി പരിശോധിക്കുകയാണെങ്കിൽ പച്ചക്കറിയിൽ പ്രധാനമായും വലിയുള്ളിക്കാണ് വില വർദ്ധിച്ചിട്ടുള്ളത്. ഇപ്പോൾ 50 രൂപയാണ് വലിയുള്ളിക്കുള്ളത്. ഒപ്പം ക്യാരറ്റിനും ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും ഒക്കെ തന്നെ 200 രൂപയിലേക്ക് എത്തി. അങ്ങനെ വില കണക്കുകൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് കണക്ക്? പച്ചക്കറിക്ക് 72 രൂപ എന്ന് വാങ്ങിയത്. പച്ചക്കറി നാളൊക്കെ കൂടുള്ളൂ, ഇന്നിപ്പോൾ വളരെ കുറവാണ്. കച്ചവടം ആയി വരുന്നുള്ളൂ, നാളെ മുതൽ ആവുള്ളൂ, ഇന്നായിട്ടില്ല. ഇന്ന് സാധാരണ വില അച്ചോളൂ. പച്ചക്കറിന് ഓരോന്നിന് വിലയൊക്കെ ഇപ്പോൾ പയറിന് ലേസം വില ഉണ്ട്. ബാക്കി വെണ്ടക്കൊക്കെ സാധാരണ വില തന്നെയാണ്. തക്കാളിക്കൊക്കെ 20 ഉറുപ്പുള്ളൂ. തക്കാളിക്ക് 20 ഉറുപ്പുള്ളൂ. ഉള്ളിക്ക് ഇവിടെ 49 ഉറുപ്പ ഹോൾസെയിൽ വിലയാണ്. നമ്മൾ ചില്ലറൊക്കെ 50 ഉറുപ്പ. വെണ്ടയ്ക്ക എങ്ങനെയാ? വെണ്ടക്ക 1 കിലോ 30. ഓണത്തിന് തിരക്കായതുകൊണ്ട് വില കൂടിയിട്ടുണ്ടോ? കൂടിയില്ല, നാളെ മുതൽ കൂടും. ഇന്ന് കൂടിയിട്ടില്ല, നാളെ മുതൽ ആവുള്ളൂ. നാളെ നാളത്തെ ഇപ്പോൾ പറയാൻ പറ്റില്ല. പയറാണ് ഇപ്പോൾ കാര്യമായിട്ട് കൂട്ടിയിട്ടുള്ളൂ. കച്ചവടമൊക്കെ വന്നു ഓണം അത് നാളെ മുതൽ ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ വലിയ ആളൊന്നുമില്ല, കാണുന്നില്ല. ഓണത്തിന് 2 ദിവസം മുന്നേ പച്ചക്കറി വാങ്ങി വെച്ചിട്ട് കാര്യമുള്ളൂ. ഇല്ല, അതിനനുസരിച്ച് ആൾ വരുള്ളൂ. ചേട്ടാ, എങ്ങനെയുണ്ട് വില? വില നല്ല വില തന്നെ. പച്ചക്കറിയൊക്കെ വാങ്ങാൻ പറ്റും? പച്ചക്കറിയൊക്കെ വാങ്ങല്ലാണ്ട് മാർഗ്ഗമില്ലല്ലോ. എങ്ങനെയുണ്ട് ചേട്ടാ വിലയൊക്കെ? വിലയൊക്കെ കൂടുതലാണ്. ഇതിലൊക്കെ വില കൂടുതൽ? പയറൊക്കെ നല്ല വിലയാണ്. അതിലേക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയോ? ഒരുക്കങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓണാഘോഷിക്കാൻ ഡ്രസ്സൊക്കെ എടുത്തോ? എവിടുന്ന് എടുത്ത്? മിഠായി തെരുവിലാണ് എടുത്തത്. എന്തായാലും ഇതാ വിനീത, കോഴിക്കോട് എല്ലാവരും ഇങ്ങനെ ഓണം ആഘോഷിക്കാനുള്ള തിരക്കിൽ തന്നെയാണ്. ഓണത്തിന് മുമ്പേയുള്ള അവസാനത്തെ ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ നഗരത്തിലേക്ക് ഇറങ്ങി, മിഠായി തെരുവിൽ ഇറങ്ങി വസ്ത്രങ്ങൾ മേടിക്കുന്നുണ്ട്. ഒപ്പം പാളയം മാർക്കറ്റിലെത്തി പച്ചക്കറികളൊക്കെ തന്നെ മേടിക്കുന്നുണ്ട്. ഈ പറയുന്നത് പോലെയാണ് വില വർധനവ് അല്ലെങ്കിൽ വിലയുടെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായും പലചരക്ക് വസ്തുക്കളിൽ പഞ്ചസാരയ്ക്കാണ് വില വർദ്ധിച്ചിട്ടുള്ളത്. അത് 68 രൂപയായിട്ടുണ്ട്. പച്ചക്കറിയിൽ വലിയുള്ളിക്ക് ഈ പറയുന്ന പോലെ 50 രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ശരത്ത്, ഈ ഓണ വിപണിയെ നമ്മൾ കാണുന്നതേ പല വിഭവങ്ങൾക്കും കിറ്റുകളുടെ രൂപത്തിൽ, ഇപ്പൊ സാമ്പാറിന് ഒരു കിറ്റ്, അവിയലിന് ഒരു കിറ്റ്, അങ്ങനെ ഓരോരോ വിഭവങ്ങൾക്കും ഓരോ കിറ്റ് ഒരുക്കിക്കൊണ്ട് കാണാറുണ്ട്. അത് പാളയം മാർക്കറ്റിൽ കുറവാണോ? ഹോൾസെയിലായിട്ടൊക്കെയുള്ള കടകളിൽ അങ്ങനെ കാണാറുണ്ടല്ലോ. അത്തരം കിറ്റുകൾ സ്വാഭാവികമായും സൂപ്പർ മാർക്കറ്റുകളൊക്കെ തന്നെയായിരിക്കും പ്രധാനമായും ഉണ്ടാവുക. പാളയം മാർക്കറ്റിൽ സാധാരണഗതിയിൽ ഇങ്ങനെ പച്ചക്കറിക്ക് ഒരു ഏരിയ മാർക്കറ്റ്, ഇത് പച്ചക്കറിയുടെ മാർക്കറ്റാണ്. തൊട്ടപ്പുറം പലചരക്ക് സാധനങ്ങൾ, മത്സ്യ മാർക്കറ്റ്, അങ്ങനെ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ആളുകൾ കിറ്റായിട്ട് ഇവിടെ നൽകുന്നില്ല. പക്ഷേ സൂപ്പർ മാർക്കറ്റുകളിൽ ഡിസ്കൗണ്ട് കണക്ക് അത്തരത്തിൽ കിറ്റുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പക്ഷേ ഈ ടൗണിലെല്ലാ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ തന്നെ അത്തരത്തിൽ ഓണ കിറ്റുകളുണ്ട്. അതായത് സദ്യക്ക് വേണ്ട എല്ലാ വസ്തുക്കളും ഒരു കിറ്റിൽ തന്നെ ലഭിക്കും എന്നുള്ളതാണ്. അങ്ങനെ കിറ്റുകൾ ഒരുക്കി പല കടക്കാരും അത്തരത്തിലുള്ള അതുപോലെ മലബാറുകാരെ സംബന്ധിച്ചിടത്തോളം നോൺ വെജ് ഓണം കൂടിയാണ്. അപ്പോൾ നമുക്ക് തൊട്ടപ്പുറത്ത് ഇത്തരത്തിൽ മീനും ഇറച്ചിയും ഒക്കെ വിൽക്കുന്ന ഇടങ്ങളിലും വില കൂടിയിട്ടുണ്ടോ എന്നുകൂടി നോക്കാം. ഏതായാലും പച്ചക്കറി അത്യാവശ്യം വില കൂടിയിട്ടുണ്ട്. പഞ്ചസാരയ്ക്കും ശർക്കരയ്ക്കും ഉൾപ്പെടെ വില കൂടിയിട്ടുണ്ട്. അപ്പോൾ പായസം കുറച്ച് മധുരിക്കണമെങ്കിൽ അത്യാവശ്യം വില കൊടുക്കേണ്ടി വരും എന്നാണ് ശരത്ത് പറയുന്നത്. വലിയുള്ളിയുടെയൊക്കെ വില കൂടിയിരിക്കുന്നു. അപ്പോൾ ഇതാ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഓണസദ്യ അത് നമുക്ക് നിർബന്ധമാണ്. ഓണപ്പൂക്കളം ഇട്ട് കഴിഞ്ഞ് ഓണക്കോടി എടുത്ത് ഓണസദ്യ ഒരുക്കി 2 കൂട്ടം പായസമൊക്കെ ഇപ്പോൾ ഈ വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചധികം അല്ലേ എന്ന് തോന്നും. എന്നാലും ഓണം വർഷത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഓണസദ്യക്കൊക്കെ ഒരുക്കണമെങ്കിൽ ശരത്ത് പറഞ്ഞ പോലെ പച്ചക്കറികളൊക്കെ വാങ്ങാനുള്ള നെട്ടോട്ടത്തിലാണ്. പച്ചക്കറി മാത്രമാണ് നമ്മൾ അവസാനം വാങ്ങുക അല്ലേ, കാരണം അത് വേഗം ചീത്തയായി പോകും. ബാക്കി പലചരക്ക് സാധനങ്ങളൊക്കെ നേരത്തെ വാങ്ങിച്ച് നമ്മുടെ സപ്ലൈകോയിലൊക്കെ വലിയ തിരക്കാണ്. പലയിടത്തും സാധനങ്ങളൊക്കെ വിറ്റ് കഴിഞ്ഞു എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ